അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും തീർത്തു തരട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു 60% ആളുകൾക്കും സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്. മാനസിക, ശാരീരിക, സാമ്പത്തിക സങ്കടങ്ങളാണ് എല്ലാ ആളുകൾക്കും, പുരുഷ സ്ത്രീ ഭേദമന്യേ. അതുകൊണ്ട് അങ്ങനെയുള്ള സങ്കടങ്ങൾ നമുക്ക് തീരണം, അത് നമ്മിൽ നിന്ന് വിട്ടുപോകണം. അള്ളാഹു പല സങ്കടങ്ങളും നമുക്ക് നൽകും, അതിൽ നമ്മൾ ക്ഷമിക്കണം. ആ സങ്കടങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സങ്കടം മാറ്റിത്തരണം. അതും ഒന്നുമല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല, അല്ലാഹു അല്ലാതെ ആരുമില്ല എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ. ആരോടാണ് ഞാൻ സങ്കടം പറയേണ്ടത്? എൻ്റെ ഭർത്താവ് സങ്കടം കേൾക്കുന്നില്ല, എൻ്റെ ഭാര്യ സങ്കടം കേൾക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സങ്കടം കേൾക്കുന്നില്ല, എൻ്റെ കുടുംബക്കാർ എൻ്റെ സങ്കടം കേൾക്കുന്നില്ല, എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല. ആരോടാണ് ഞാൻ സങ്കടങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞ് പല ആളുകളും കരയാറുണ്ട്, വിഷമിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവർ ഖുർആൻ ഓതുക. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനാണ്, അത് ഹബീബായ റസൂലുള്ളാഹിക്ക് ഇറക്കിക്കൊടുത്തതാണ്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങൾക്കുള്ള പരിഹാരം ആ ഖുർആനിലുണ്ട്. വുളൂ ചെയ്ത് ആത്മാർത്ഥമായി ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ഖുർആൻ പതിവാക്കിക്കൊണ്ടിരിക്കുക. ഒഴിവ് സമയങ്ങളിലെല്ലാം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിന്നാൽ നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും, അതിലൊരു സംശയവുമില്ല. എന്ത് വിഷമങ്ങളായാലും മാറ്റിത്തരും. കാരണം ലോകത്തിന് അനുഗ്രഹമാണ് ഖുർആൻ, എല്ലാ മനുഷ്യർക്കും അനുഗ്രഹമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സങ്കടങ്ങൾ തീരും. ഇനി സങ്കടങ്ങൾ പറയാൻ ആളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കാൻ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനോട് പറയുക. അതിന് പുറമെ എന്നോട് പല ആളുകളും സങ്കടങ്ങൾ ബോധിപ്പിക്കാറുണ്ട്. ആരുടെ സങ്കടങ്ങളും കേൾക്കാൻ തയ്യാറാണ് ഞാൻ. ഒരാളോടൊരു സങ്കടം പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും. അയാളോട് എൻ്റെ സങ്കടം പറയാമല്ലോ, എൻ്റെ വിഷമങ്ങൾ പറയാം എന്ന് വിചാരിക്കുമ്പം നമുക്കൊരാളോട് സങ്കടം പറഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറിപ്പോകും. ഒരാളോടെങ്കിലും പറയാൻ വേണം. അള്ളാഹുവിനോട് പറയാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അതെപ്പോഴും പറയാം. അതിൻ്റെ പുറമെ പടപ്പുകളിലുള്ള ഒരാളോട് നമ്മൾ സങ്കടം ബോധിപ്പിക്കും, നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. അങ്ങനെ സങ്കടങ്ങളുള്ളവർ എന്നോട് എല്ലാ സങ്കടങ്ങളും പറയാം ഇൻഷാ അല്ലാഹ്. നിങ്ങളും ഞാനും കൂടി അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുക. അള്ളാഹു നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.